ഇന്നത്തെ വിഷയം ജഗന്നാഥ് സ്വാമിയെ കുറിച്ചാണ്. കാരണം അടുത്ത ആഴ്ച പുരി ഒറീസയിൽ വെച്ചിട്ട് ജഗന്നാഥ രഥോത്സവം നടക്കുന്ന ഒരാഴ്ചയാണ്. ഭാരതത്തിലെ വെച്ച് ഏറ്റവും വലിയ സനാതന ധർമ്മികൾ ഒത്തുകൂടുന്ന ഒരു മഹോത്സവമാണ് ജഗന്നാഥ രഥയാത്ര. ഹൈന്ദവ ഉത്സവങ്ങളിൽ വെച്ച് ഏറ്റവും വലുതും ബൃഹത്തായതുമാണ് ജഗന്നാഥ രഥയാത്ര. ഭാരതമൊട്ടാകെ എല്ലാ മാധ്യമങ്ങളിലും അത് ലൈവായിട്ടും എല്ലാം ഉണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിനും വളരെ പ്രാധാന്യമുണ്ട് ജഗന്നാഥ രഥയാത്രയ്ക്ക്. കാരണം ഹരേ കൃഷ്ണ പ്രസ്ഥാനം അടുത്ത ആഴ്ച ഒരാഴ്ചയിൽ ഭാരതത്തിൽ ഏകദേശം 300 സ്ഥലങ്ങളിലാണ് ജഗന്നാഥ രഥയാത്ര നടത്തുന്നത്. ജഗന്നാഥ് സ്വാമി കൃഷ്ണ ഭഗവാൻ തന്നെയാണ്. സൈ ഗൗര സൈ കൃഷ്ണ സൈ ജഗന്നാഥ്. അദ്ദേഹം തന്നെയാണ് ചൈതന്യ മഹാപ്രഭു, അദ്ദേഹം തന്നെയാണ് കൃഷ്ണ ഭഗവാൻ, അദ്ദേഹം തന്നെയാണ് ജഗന്നാഥ് സ്വാമി. സൈ ഗൗർ സൈ കൃഷ്ണ സൈ ജഗന്നാഥ് എല്ലാം ഒരാൾ തന്നെയാണ്. രാമാനന്ദരായി 500 വർഷങ്ങൾക്ക് മുമ്പ് രാമാനന്ദരായി എന്ന് പറയുന്ന ഒരു മഹാഭക്തന് ചൈതന്യ മഹാപ്രഭു 6 കൈയുള്ള രൂപം ദർശനം കൊടുത്തു. ഷഡ്ഭുജ രൂപം, 6 കൈകൾ. 2 കൈ പച്ച നിറത്തിൽ അമ്പും വില്ലും പിടിച്ചിരിക്കുന്നു. 2 കൈകളിൽ സ്വർണവർണ്ണത്തിൽ സന്യാസദണ്ഡവും കമണ്ഡലവും പിടിച്ചിരിക്കുന്നു. മറ്റ് 2 കൈകൾ കാർമേക വർണ്ണൻ ഓടക്കുഴൽ പിടിച്ചിരിക്കുന്നു. അങ്ങനെ 6 കൈകൾ ചൈതന്യ മഹാപ്രഭു രാമാനന്ദരായിക്ക് ദർശനം കാണിച്ചു കൊടുത്തു. ഞാൻ തന്നെയാണ് ശ്രീരാമൻ, ഞാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ, ഞാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു എന്ന ഒരു ദർശനം. പക്ഷേ ദക്ഷിണ ഇന്ത്യയിൽ ശ്രീരാമചന്ദ്ര സ്വാമിയെ കുറിച്ചും കൃഷ്ണ ഭഗവാനെ കുറിച്ചും വ്യാപകമായ അറിവുണ്ടെങ്കിലും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചും ജഗന്നാഥ് സ്വാമിയെ കുറിച്ചും വ്യാപകമായ ഒരു അറിവില്ല. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെയും ജഗന്നാഥിനെയും കുറിച്ചൊക്കെ അറിയാം. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പേ നിങ്ങളിൽ ആരെങ്കിലും ജഗന്നാഥ് സ്വാമിയുടെ രൂപം കണ്ടിട്ടുണ്ടോ? കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഒരു രൂപമുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ആരെങ്കിലും ജഗന്നാഥ് സ്വാമിയെ കണ്ടിട്ടുണ്ടോ? ഒരാള് TV-യിൽ, അതായത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പേ ഒരാൾ കണ്ടിട്ടുണ്ട്. വേറെ ആരെങ്കിലും? ആരും കണ്ടിട്ടില്ല. നമ്മളിൽ ഏകദേശം എല്ലാവരും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയുന്നത്, ജഗന്നാഥിനെ കുറിച്ച് അറിയുന്നത്. പന്നീരും സോയയെ കുറിച്ച് അറിയുന്നത് പോലും ഇവിടെ വന്നതിന് ശേഷമാണ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഈ പന്നീർ എന്ന് പറയുന്ന ഒരു സംഭവമേ അറിയില്ലായിരുന്നു. മേ ബി ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്കൊക്കെ ഏത് ചായക്കടയിൽ പോയാലും പന്നീർ കിട്ടും. പക്ഷേ ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് പന്നീർ എന്ന് ചോദിച്ചാൽ അവൻ വേറെ എന്തെങ്കിലും ആയിരിക്കും തരിക. 40 വയസ്സ് കടന്ന വ്യക്തികളിൽ ഉള്ള 40 വയസ്സ് കടന്നവരടുത്തുള്ള ചോദ്യമാണിത്. ചെറുപ്പക്കാരുടെ അടുത്ത് ചോദിക്കുന്നില്ല, കാരണം ഇന്ന് പന്നീർ എല്ലാ സ്ഥലത്തും കിട്ടും. 40 വയസ്സ് കടന്നവർ, നിങ്ങളിൽ എത്ര പേരാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് പന്നീരിനെ കുറിച്ച് അറിയുന്നത്? ഹരേ കൃഷ്ണക്ക് മുമ്പേ പന്നീർ കഴിച്ചിട്ടുണ്ടോ? പിന്നെ പുട്ടും പയറും പപ്പടമായിരിക്കും. പുനലൂരിൽ എന്ത് കിട്ടും? കഞ്ഞി, പുട്ടും പയറും പപ്പടം അല്ലേ? ഒരുപാട് പേര് ഇവിടെ വന്നതിന് ശേഷമാണ് പന്നീരും
ഇന്ന് നമ്മുടെ മാതാജിമാരെല്ലാം കേക്ക്, മഫിൻ ഇങ്ങനെയൊക്കെയാ സംസാരിക്കുക. ഇതെല്ലാം ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരം അറിവുകളൊക്കെ ഉണ്ടായത്. എനിവേ, ജഗന്നാഥ് സ്വാമിയെ കുറിച്ച് വലിയ ഒരു അറിവ് നമുക്കില്ലായിരുന്നു. ജഗന്നാഥ് സ്വാമി ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ ആനന്ദത്തിന്റെ മൂർത്തിമത് ഭാവം, ആനന്ദത്തിന്റെ മൂർത്തിമത് ഭാവത്തിലാണ് വിരഹം ഉണ്ടാകുന്നത്. ആ വിരഹത്തിൽ ഉണ്ടായ ഒരു ഭാവമാണ് ജഗന്നാഥ് സ്വാമിയുടെ ഭാവം. അതുകൊണ്ട് നാരദ മഹർഷി നാരദ ഭക്തിസൂത്രം എന്ന് തന്റെ രചനയിൽ, നാരദ മഹർഷിയുടെ കൃതിയിൽ പറയുന്നു, ഭക്തി എന്ന് വെച്ചാൽ ഗോപസ്ത്രീകളുടെ ജീവിതമാണ് ശരിക്കും ഭക്തിക്കുള്ള ഒരു ഉദാഹരണം. ഭക്തി എന്ന വാക്കിനുള്ള വിശദീകരണം യഥാ വ്രജഗോപികാന, ഗോപികമാരുടെ ജീവിതമാണ് ഭക്തി എന്ന് പറയുന്നത്. ഗോപസ്ത്രീകൾ, ശ്രീമതി രാധാറാണി, സീതാദേവി, ഇവരെല്ലാവരും ഭക്തി വിരഹത്തിൽ കൂടെയാണ് ഭക്തിയെ കണ്ടത്. അപ്പൊ ജഗന്നാഥ് സ്വാമിയുടെ രൂപവും വിരഹത്തിൽ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദത്തിന്റെ മൂർത്തിമത് ഭാവത്തിൽ മഹാപ്രഭു ജഗന്നാഥ് സ്വാമിയുടെ കണ്ണുകളങ്ങ് വലുതാവുകയും കൈകളെല്ലാം ഉള്ളിൽ അപ്രതീക്ഷമാവുകയും ചെവി ശരീരത്തിനകത്ത് മറയുകയും ചുണ്ടുകളെല്ലാം ചെവി വരെ ഇങ്ങനെ വലുതാ. ഈ ഒരു രൂപം നമുക്കിവിടെ ജഗന്നാഥ്, ബലദേവ്, സുഭദ്ര മഹാറാണിയുടെ വിഗ്രഹങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് തിരുവനന്തപുരത്തും ഹരേ കൃഷ്ണ അനേകം സ്ഥലത്തുണ്ട്. പാറശാലയിൽ നമുക്ക് ജഗന്നാഥ് സ്വാമിയുണ്ട്, കരമനയിൽ നമ്മുടെ സെന്ററിൽ ജഗന്നാഥ് സ്വാമിയുണ്ട്, കാട്ടാക്കടയിൽ ജഗന്നാഥ് സ്വാമിയുണ്ട്, തൃപ്പാദപുരത്ത് ജഗന്നാഥ്, ഇവിടെ എല്ലാം ജഗന്നാഥ് സ്വാമിയുണ്ട്. ജഗന്നാഥ് സ്വാമിക്ക് കണ്ണുകൾ വളരെ മുഖത്തിൽ പകുതി കണ്ണാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജഗന്നാഥ് സ്വാമിക്ക് ഇതില്ല, ഐലിഡ് ഇല്ല, എന്താ പറയാ, കൺപോൾ ഇതില്ല, വെറും കണ്ണ് മാത്രമേ ഉള്ളൂ. മേലെ ഷട്ടർ കവറിങ് ഇല്ല ജഗന്നാഥ് സ്വാമി. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ പറയുന്നു നിമിഷ. ശ്ലോകത്തിൽ, ഭാഗവതത്തിന്റെ തുടക്കത്തിലുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു നിമിഷ. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരുപോലും തൻ്റെ കൺപോള അടയ്ക്കാറില്ല. സാധാരണ മനുഷ്യരിൽ നിന്ന് ഭഗവാന് വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ഭഗവാന് നിഴലും ഇല്ല, ഭഗവാന് കൺപോള ഇതും ഐലിഡും ഇല്ല. ചിലപ്പം സാധാരണ മനുഷ്യരെല്ലാം ബ്രഹ്മവാദ സമ്പ്രദായത്തിലും മായാവാദ സമ്പ്രദായത്തിലും വരുന്നവർ പറയാറുണ്ട്, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ സ്വയം ദൈവമാണ് എന്നൊക്കെ അവകാശപ്പെടാറുണ്ട്. ഭാഗവതം അനുസരിച്ച് രണ്ട് ലളിതമായ ലക്ഷണങ്ങൾ ഭഗവാനെ തിരിച്ചറിയുന്നത് എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ, ഒരു ലക്ഷണം ഭഗവാൻ എന്ത് ക്ലോസ് ചെയ്യില്ല, ഐലിഡ് ക്ലോസ് ചെയ്യില്ല. നമുക്കങ്ങനെയല്ല, 4-5 സെക്കൻഡിനകത്ത് നമ്മൾ അറിയാതെ തന്നെ ഇത് അടയുകയും തുറക്കുകയും അടയുകയും ഇതൊക്കെ താനേ സംഭവിക്കുന്നു. നമ്മളൊന്നും ഇത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഭഗവാൻ ഇത് അടയാറില്ല. രണ്ടാമത്തെ ലക്ഷണം ഭഗവാൻ എന്തില്ല, നിഴലില്ല. അപ്പൊ ഇവിടെ ഐലിഡ് അടയ്ക്കാത്തവരും നിഴലില്ലാത്തവരുമായ ആരെങ്കിലും വിചിത്രമായ ആൾക്കാരുണ്ടോ? എല്ലാവർക്കും നിഴലുണ്ട്. അപ്പൊ ആരെങ്കിലും സ്വയം ദൈവമെന്ന് അവകാശപ്പെട്ടാൽ ഈ രണ്ട് ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കും. ഇപ്പൊ കുറച്ച് മാർക്കറ്റിൽ കുറവാണ് ദൈവം എന്ന് അറിയും. ഒരു 10-12 വർഷത്തിന് മുമ്പേക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു സ്വയം ദൈവമാണ് എന്ന് അവകാശപ്പെടുന്നവർ. ചിലരാണെങ്കിൽ വ്യാഴാഴ്ചയാകുമ്പോൾ കിരീടവും വെച്ച് ഓടക്കുഴലും പിടിച്ചിട്ടൊക്കെ ദൈവമായിട്ട് വരും. ഇപ്പൊ ആ ദൈവം അമേരിക്കയിൽ ഹോസ്പിറ്റലില്ല, ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഷോ അവര് കുറച്ച് വെച്ചിരിക്കാം. അങ്ങനെ ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട്, ആൾ ദൈവങ്ങൾ. പക്ഷെ ഭാഗവതം പറയുന്നു, നമ്മളെല്ലാം മനുഷ്യരാ,
അതിമർത്യാനി ഭഗവാൻ ഗൂഢാ കപടമാനുഷ സഹരാമേന കേശവ. പക്ഷെ പണ്ട് ഒരിക്കൽ സഹരാമേന കേശവ, ആ കേശവൻ സഹരാമ സഹോദരൻ രാമനോട്, ബലരാമനോടൊപ്പം അതിമർത്യാനി സാധാരണ മനുഷ്യരെ പോലെ മനുഷ്യരുടെ ഇടയിൽ ലീലകൾ അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിനെ മനുഷ്യരായിട്ടാണ് സാധാരണക്കാര് കണ്ടത്. പക്ഷെ ഇപ്പോ ചിലർ മനുഷ്യരെ ദൈവമായിട്ടൊക്കെ കാണുന്നുണ്ട്. അത് വലിയ കലിയുടെ ഒരു പ്രഭാവം അല്ലെങ്കിൽ അഭാവമാണ്. മനുഷ്യരെ ദൈവമായി കാണുന്നു. അപ്പൊ രണ്ട് ലക്ഷണങ്ങൾ ദൈവത്തിന്. ഒന്ന്, ഭഗവാൻ വന്നിട്ട് എന്തടയ്ക്കത്തില്ല, കൺപോൾ അടയ്ക്കില്ല. രണ്ടാമത്തത് എന്തില്ല, നിഴലും ഇല്ല. പക്ഷെ അങ്ങനത്തെ ഭഗവാൻ ഒരിക്കൽ കണ്ണടച്ചു. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ പറയുന്നു, പൂതന, മഹാഭയാനകമായ രാക്ഷസിയായ പൂതന, 13 മൈൽ നീളമുള്ള ദേഹം, മൂക്കെല്ലാം വന്നിട്ട് ഗുഹ പോലെ ഇരുണ്ട മുഖം. ആ രാക്ഷസിയായ പൂതന ഗോപസ്ത്രീയായി വേഷം ചമഞ്ഞ് ഗോകുലത്തിന്റെ അകത്ത് വന്ന് ഊഞ്ഞാലിൽ തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ഭഗവാനെ എടുത്ത് പാല് കൊടുക്കാൻ ശ്രമിച്ചു. ആ പാലില് വിഷം പുരട്ടിയിരുന്നു. അപ്പോ അവിടെ വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ രചിക്കുന്നുണ്ട്, കണ്ണടയ്ക്കാത്ത ഭഗവാൻ, ഒരിക്കലും കണ്ണടയ്ക്കാത്ത ഭഗവാൻ അന്ന് കണ്ണടച്ചു എന്ന് പറയും. എന്തുകൊണ്ടാ കണ്ണടച്ചത്? ഭഗവാൻ എന്തിനാ കണ്ണടച്ചത്? ഉറക്കം വന്നിട്ടാണ്. പൂതനെ കാണണ്ട. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1,00,000 ശിശുക്കളെ കൊന്നിട്ടാണ് ഗോകുലത്തിൽ കൃഷ്ണനെ കൊല്ലാൻ വന്നിരിക്കുന്നത്. കംസൻ പൂതനയ്ക്ക് ഒരു ആജ്ഞ കൊടുത്തു. 3 മാസ പ്രായം അല്ലെങ്കിൽ 1 വർഷ പ്രായത്തിന് താഴെ ഉള്ള സർവത്ര കുട്ടികളെയും കൊന്നേക്കാൻ പറഞ്ഞു. ഇതേപോലെ ഒരു തത്തുല്യമായ കഥ ബൈബിളിലും ഉണ്ട്. യേശുക്രിസ്തു കഴുതയുടെ കഴുതയെ കെട്ടി വെക്കുന്ന ഇതിലാണ് ജനിച്ചത്. അപ്പൊ അവിടത്തെ രാജാവും പറഞ്ഞു, യൂതന്മാരെടുത്ത് ഈ ഒരു രാത്രിയിൽ ജനിച്ച അത്ര കുഞ്ഞുങ്ങളെയും കൊല്ലാനായിട്ട്. അതുകൊണ്ടാണ് ഇവർ ഒളിപ്പിച്ചു കൊണ്ടുപോയി മേരി എവിടെ പ്രസവിക്കുന്നത്? കഴുത കെട്ടിവെക്കുന്നത്. കുതിര കെട്ടിവെക്കുന്ന ലായം എന്ന് പറയും. പശുവിനെ കെട്ടിവെക്കുന്ന സ്ഥലത്തിന് തൊഴുത്തെന്ന് പറയും. പട്ടിയും പൂച്ചയും കെട്ടിവെക്കുന്നത് എന്ത് പറയും? ഒന്നും പറയില്ല. മനുഷ്യരെ കെട്ടിവെക്കുന്നതിന് വിവാഹം എന്ന് പറയും. ഈ കഴുതയെ കെട്ടിവെക്കുന്ന സ്ഥലത്ത് എന്ത് പറയും? എന്തെങ്കിലും ആയിക്കോട്ടെ. അവിടെയാണ് ആര് ജനിച്ചത്? യേശു ക്രിസ്തു ജനിച്ചത്. അപ്പൊ ഏകദേശം കഥകൾ ഇവരുടെ തമ്മിൽ, ഭഗവാന്റെ കഥയും ഇത് കുറച്ചൊക്കെ മാച്ചിങ് ആയിട്ടൊക്കെ വരും. അപ്പൊ പൂതന 1,00,000 ശിശുക്കളെ വധിച്ചതിന് ശേഷമാണ് ഗോകുലത്തിൽ വരുന്നത് ഭഗവാനെ കൊല്ലാൻ. അത്ര ചോര, 1,00,000 ശിശുക്കളുടെ ചോര കുടിച്ചതാ പൂതന. കൃഷ്ണ ഭഗവാനെ കയ്യിലെടുത്ത് വെച്ചപ്പോ ആ രാക്ഷസിയെ കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാത്ത ഭഗവാൻ അന്ന് എന്ത് ചെയ്തു? കണ്ണടച്ചു. അപ്പൊ ജഗന്നാഥ് സ്വാമിക്ക് കണ്ണിന് ഇതേ ഇല്ല, ഐലിഡേ ഇല്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ജഗന്നാഥ് സ്വാമി ഒരിക്കലും ഒരു ഭക്തന്റെ കുറ്റം കുറവുകൾ കാണാറില്ല. മുമ്പേ വന്നാൽ ആരെല്ലാം വരുന്നു, പല്ല് തേച്ചവൻ തേക്കാത്തത്, കുളിച്ചത് കുളിക്കാത്തത്, ജപിച്ചത് എല്ലാവർക്കും ജഗന്നാഥ് സ്വാമി എന്ത് കൊടുക്കും? അനുഗ്രഹം കൊടുക്കും. ആരെല്ലാം ജഗന്നാഥ് സ്വാമിയുടെ രഥത്തിന്റെ വടം പിടിച്ചു വലിക്കുന്നു, ആരെല്ലാം ജഗന്നാഥ് സ്വാമിയുടെ മുമ്പേ ദർശനത്തിനായി ചെല്ലുന്നു, ആരെല്ലാം ജഗന്നാഥ് സ്വാമിയുടെ മുമ്പേ നാമം ചൊല്ലുന്നു, ആരെല്ലാം ജഗന്നാഥ് സ്വാമിയുടെ പ്രസാദം കഴിക്കുന്നു, എല്ലാവർക്കും അനുഗ്രഹം. യാതൊരു പക്ഷഭേദവും ഇല്ലാതെ ജഗന്നാഥ് സ്വാമി അനുഗ്രഹം തരും. അതുകൊണ്ടാണ് ജഗന്നാഥ് സ്വാമിക്ക് ഐലിഡ് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ രഥോത്സവം, രഥയാത്രയ്ക്ക് ചൈതന്യ മഹാപ്രഭു വളരെ പ്രാധാന്യം കൊടുത്തു. ശ്രീ ജഗന്നാഥ് സ്വാമിക്ക്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തരിൽ എത്ര പേരാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ജഗന്നാഥ് രഥയാത്ര തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയതിൽ പങ്കെടുത്തവർ? കഴിഞ്ഞ കൊല്ലം ഏകദേശം 3/4 ആൾക്കാർ.
ചൈതന്യ മഹാപ്രഭു ഈ ജഗന്നാഥ് രഥോത്സവത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. 18 വർഷകാലം ചൈതന്യ മഹാപ്രഭു രഥോത്സവത്തിൽ പങ്കെടുത്തു. മാത്രമല്ല, ഭക്തരെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ജഗന്നാഥ് സ്വാമിക്ക് നിവേദ്യം എങ്ങനെ കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, കീർത്തനം എങ്ങനെ ചെയ്യണം, ഇതിനൊക്കെ ചൈതന്യ മഹാപ്രഭു വളരെ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ശ്രീല പ്രഭുപാദ് സ്വാമികളും എന്തിന് പ്രാധാന്യം കൊടുത്തു? ജഗന്നാഥ് രഥയാത്രയ്ക്ക്. പ്രഭുപാദർ ആദ്യമായ രഥയാത്ര നടത്തുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. അന്ന് പ്രഭുപാദർക്ക് പനിയാണ്. ഒരു 20ഓളം വിദേശീയരായ ശിഷ്യഗണങ്ങളുണ്ട്. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി, അവരാദ്യമായിട്ട് ഹരേ കൃഷ്ണയിലൊക്കെ വന്ന് ആയി വരുന്നതേ ഉള്ളൂ. അവരൊക്കെ ഹിപ്പികളാണ്. ഹിപ്പികൾ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അന്ന് കാലത്ത്. എന്താണ്? കഞ്ചാവിലും ലഹരിയിൽ കൂടെ ആധ്യാത്മികമായി ഉയരാൻ പറ്റും. ഇന്ന് ചില സ്കൂൾ പിള്ളേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കഞ്ചാവ് അടിച്ചാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ചില കായിക രംഗത്തുള്ളവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ ഒളിമ്പിക്സ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലും കുത്തി കയറ്റിയിട്ടൊക്കെ പോകുന്നത്. കണ്ടാൽ തന്നെ ഒരു മന്ദബുദ്ധിയെ പോലെ ഇരിക്കും, സോംബിയെ പോലെ. അപ്പൊ അങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോ ഇതൊക്കെ ഇന്ത്യയിൽ ഈ കാലഘട്ടത്താണെങ്കിലും അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങളിൽ 70കളിൽ തന്നെ ഇതെല്ലാം തുടങ്ങി. ജഗന്നാഥ് ബലദേവ് സുഭദ്ര മഹാരാജ്, കൃഷ്ണ ബലറാം की, ശ്രീ ഗൗർനിതായ് की, ജഗന്നാഥ് की. എവിടെ നിർത്തി? അപ്പോ 70കളിൽ തന്നെ ഈ ഇതുപോലെ ബോധവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന സംസ്കാരം അവിടെ അന്നേ തുടങ്ങി. ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത്. അപ്പോ ഇവരെല്ലാം പ്രഭുപാദരുടെ പ്രീച്ചിങ്ങിലും വരുന്നുണ്ടെങ്കിലും ഭക്തരൊന്നും ആയിട്ടില്ല, എല്ലാം പുതിയതാണ്. അപ്പൊ പ്രഭുപാദര ഒരു പെൺകുട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. സ്വാമിജി പറയുന്ന കാര്യങ്ങൾ അതിമനോഹരം, സ്വാമിജിയുടെ രീതികളും എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് സ്വാമിജിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. അവരെന്ത് ചെയ്തു? നേരെ ഇന്ത്യൻ സ്റ്റോറിൽ പോയി. സ്വാമിജി ഇന്ത്യൻ ആയതുകൊണ്ട് എന്തെങ്കിലും ഇന്ത്യൻ പരമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്റ്റോറിലേക്ക് അവിടെ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോ ഒരു വ്യത്യസ്തമായ ഒരു രൂപം, ഒരു 6 ഇഞ്ച് പൊക്കമുള്ള ഈ ജഗന്നാഥ് ബലദേവ് സുഭദ്രയില് ബലദേവിന്റെ രൂപം, വെള്ള കളറിൽ, കയ്യും ഇല്ല കാലും ഇല്ലാത്ത അവര് വരുന്ന ഈ ആഫ്രിക്കൻ പ്രതിമ പോലെ. ഈ ലേഡി എന്ത് ചെയ്തു? പതുക്കെ അവര് ഇന്ത്യൻ രീതി എടുത്തു. എന്താണ്? ഷെൽഫിൽ നിന്ന് അതെടുത്ത് പതുക്കെ ഹാൻഡ് ബാഗിൽ ഒളിപ്പിച്ചു, മോഷ്ടിച്ചു. അത് മേടിച്ചതല്ല, അത് മോഷ്ടിച്ചു. മോഷ്ടിച്ച് നേരെ വന്നിട്ട് പ്രഭുപാദറിനെ കണ്ട് പ്രഭുപാദർക്ക് അങ്ങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അത് കണ്ട ഉടനെ പ്രഭുപാദർ വേറെ ഒന്നും നോക്കിയില്ല, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ആ പെൺകുട്ടി പേടിച്ചു പോയി. ഞാനൊരു ഗിഫ്റ്റ് സാധനം കൊടുത്തു, പ്രഭുപാദർ എന്ത് ചെയ്തു? സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പ്രഭുപാദർ ചോദിച്ചു, ഇത് മാത്രം ഉണ്ടായിരുന്നു, അല്ല ഇതിന്റെ കൂടെ വേറെയും 2 എണ്ണം ഉണ്ടായിരുന്നു? പെൺകുട്ടി പറഞ്ഞു, അതെ, ഈ 2 എണ്ണം, ഒന്ന് ബ്ലാക്ക്, ഒന്ന് യെല്ലോ കളർ, ഇത് വൈറ്റ്. ഇപ്പൊ വൈറ്റ് കുറച്ച് ഞാൻ അത് എടുത്തോണ്ട് വന്നു, വാങ്ങിച്ചോണ്ട് വന്നു കള്ള പറഞ്ഞു. പ്രഭുപാദർ പറഞ്ഞു, ആ ബാക്കി 2ഉം കൂടെ വാങ്ങിച്ചോണ്ടോ. ഇപ്പൊ കുടുങ്ങി പെട്ടു ഇവര്. ഇത് കാശ് കൊടുത്തല്ലല്ലോ വാങ്ങിച്ചത്. കാശ് കൊടുത്ത് വാങ്ങിച്ചെങ്കിൽ ചെന്നിട്ട് ബാക്കി 2ഉം ചോദിക്കാം. സെറ്റ് ചെയ്ത് ഒന്ന് മോഷ്ടിച്ചിട്ട് വന്നു. ആ മിടുക്കി 2ാമത് പോയി ബാക്കി 2ഉം കൂടെ മോഷ്ടിച്ചിട്ട് വന്നു. നോക്കിക്കൊള്ളണം ഈ പ്രസ്ഥാനം എങ്ങനെയാ തുടങ്ങിയത്. ആ 3 ബൊമ്മകളെയും മോഷ്ടിച്ചുകൊണ്ട് എടുത്തോണ്ട് വന്ന ഷോക്കേസ് ചെയ്യുന്നു. അതൊക്കെ അങ്ങനെയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ആദ്യമായി ജഗന്നാഥ് വരുന്നത്. എന്ത് ചെയ്യാനാ? നമ്മളെ ഭഗവാൻ തന്നെ എന്താ കള്ളന്മാരുടെ രാജാവാണ് അല്ലേ? അതിന് നമ്മൾ ഒരു പാട്ട് തന്നെ പാടാറുണ്ട്, ചൗരാഷ്ടകം. അതിന്റെ ലാസ്റ്റ് ലൈൻ എന്താണ്? നമ്മള് ദാമോദര മാസത്തിൽ ഇതിലൊക്കെ അതൊക്കെ പാടുമല്ലോ, ചൗരാഷ്ടകം. ലാസ്റ്റ് ലൈൻ എന്താണ്? ശൗരാഗ്രഗണ്യം. ട്യൂൺ ഞാൻ നല്ല ആളുടെ ട്യൂൺ ചോദിക്കും. ശൗരാഗ്രഗണ്യം പുരുഷം, അങ്ങനെയല്ല. അതായത് അഗ്രഗണ്യൻ, ആ വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ എക്സ്പെർട്ട്,
ദ ബെസ്റ്റ്. കള്ളന്മാരിൽ മോഷ്ടിക്കുന്നതിൽ ദ ബെസ്റ്റ് ആണ് ആര്? ഭഗവാൻ. അതുകൊണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലും ഭഗവാൻ അങ്ങനെയാ വന്നത്. അപ്പൊ ജഗന്നാഥ് സ്വാമി ആ ബാക്കി രണ്ടും കൂടെ ഈ മാതാജി മോഷ്ടിച്ചിട്ട് വന്നു. പ്രഭുപാദർ ഉടനെ കുറച്ച് ആശാരിപ്പണിയൊക്കെ അറിയുന്ന ഇനിയൊരു ഭക്തനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ വലുത്, ഇത്രയും വലുതിൽ ഉണ്ടാക്കി തരണം, ഇതേപോലെ. അപ്പൊ അദ്ദേഹം ഉണ്ടാക്കി. അപ്പൊ പ്രഭുപാദർ പറഞ്ഞു, ജഗന്നാഥ് വന്നു കഴിഞ്ഞാൽ അടുത്തത് എന്താ വേണ്ടത്? നമുക്ക് രഥയാത്ര വേണം. അപ്പൊ രഥമൊക്കെ ഉണ്ട്. ഇവർക്ക് രഥത്തിനെ കുറിച്ച് യാതൊരു വിവരമില്ല. മാത്രമല്ല ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ തുടക്കകാലമായതുകൊണ്ട് ഇവരെ കയ്യിൽ പൈസയും ഇല്ല. പക്ഷെ നടത്തണം. ഇവരെന്ത് ചെയ്തു? പോയി ഒരു പഴയ ട്രക്ക് വാടകയ്ക്ക് വാങ്ങിച്ചോണ്ട്, പൊട്ടിക്കിടക്കണ ഒരു ട്രക്ക്, ഒരു ലോറി വാങ്ങിച്ചുകൊണ്ട് വന്നു. ലോറി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ബാക്ക് സൈഡിൽ 3 സൈഡും അതിന്റെ വാതിൽ തുറക്കാൻ പറ്റും. മനസ്സിലായി? മണ്ണടിക്കുന്ന ലോറി ഇല്ലേ, അതിന്റെ ഈ 3 സൈഡും തുറക്കാൻ പറ്റും. അതുപോലെ തുറന്നു വെച്ചിട്ട് ജഗന്നാഥ് ഒരു ഡയറക്ഷനിൽ, ബലരാമൻ വേറൊരു ഡയറക്ഷനിൽ, സുഭദ്ര 3 പേരെയും 3 സൈഡിൽ അങ്ങനെ ആ ലോറിയിൽ വെച്ചു. ഇവര് 4-5 പേര് പാട്ട് പാടുന്ന അവർ കയറി നടുക്കങ്ങിയിരുന്നു. കീർത്തനവും ചെയ്ത് ഈ ലോറി പൊട്ടിയ പാട്ട ലോറിയിലാണ് ഫസ്റ്റ് ജഗന്നാഥ് രഥയാത്ര. ഇന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ലോകം മുഴുവനും 500-ൽ പരം രഥയാത്രകൾ. പക്ഷെ തുടങ്ങിയത് എങ്ങനെയാ? ഒരു പാട്ട ലോറിയിൽ. അപ്പൊ ഇവർ കീർത്തനത്തിനായിട്ട് ഒരു ജനറേറ്റർ മൈക്കും കൂടെ വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ പൊട്ടിയ ജനറേറ്റർ. ഈ പഴയ ജനറേറ്റർ കണ്ടിട്ടോ, ഓയിൽ ഒഴിച്ച് അപ്പുറത്ത് കൂടെ പുക വരും. ഈ കറുത്ത പുക വരുന്നത് കൊണ്ട് എന്താ, ഇവർക്ക് പാടാൻ പറ്റിയില്ല, കണ്ണെല്ലാം എരിയുന്നു, പാടാൻ പറ്റുന്നില്ല. ഈ ജനറേറ്റർ ഇന്ന് പുകയോടെ പുക. അപ്പൊ ഇവരെന്ത് ചെയ്തു? വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവറായിട്ടുള്ള ഭക്തന്റെ അടുത്ത് പറഞ്ഞു, ഇതെടുത്ത് അവിടെ വെക്കാമോ എന്ന് ചോദിച്ചു. ഏത്? ജനറേറ്റർ. ജനറേറ്ററിന് തൂക്കി ലോറിയുടെ അടുത്ത് വെച്ചു. ഇദ്ദേഹം ഓട്ടിക്കാണ്. പുക അടിച്ച് ഇദ്ദേഹം ജഗന്നാഥിനെ പോലെ കറുകറുന്നായി, ശ്വാസം വിടാൻ പറ്റുന്നില്ല. അപ്പൊ ഇദ്ദേഹം കണ്ണാടി തുറക്കും, ശ്വാസം വിടും, വീണ്ടും കണ്ണാടി കയറ്റും. ഇങ്ങനെയൊക്കെയാ ഈ രഥം പോയത്. ഒരു കയറ്റത്തി വന്നപ്പോ രഥത്തിന്റെ ക്ലച്ച് ബ്രേക്ക് എല്ലാം പൊട്ടി രഥം റിവേഴ്സിൽ പോവാൻ തുടങ്ങി. പക്ഷേ രാത്രി 11 മണിക്ക് അവര് പ്രഭുപാദരെ കാണാൻ വരുന്നു. പ്രഭുപാദർ പനി പിടിച്ച് കിടക്കുകയാണ്. പ്രഭുപാദർ ചോദിച്ചു, ജഗന്നാഥ് രഥയാത്ര എങ്ങനെയായിരുന്നു? അവര് 1000 നാവുള്ളത് പോലെ, പ്രഭുപാദ് ഇത് സംഭവിച്ചു, അങ്ങനെ ചെയ്തു, റോട്ടിലുള്ളവരെല്ലാം കൈകൊട്ടി പാടി, ഞങ്ങൾ സ്വീറ്റ് കൊടുത്തു, ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്ന് അമ്മമാരെടുത്ത് കഥ പറയും കണ്ടിട്ടില്ല. 1000 നാവുള്ളത് പോലെ ഇവര് പ്രഭുപാദടുത്ത് സംസാരിച്ചു. പ്രഭുപാദ് പ്രാർത്ഥിച്ചു, ജഗന്നാഥ് സ്വാമി, ഇവർക്ക് രീതികളും കാര്യങ്ങളും ഒന്നും അറിയില്ല, പക്ഷേ അവർ ചെയ്ത സേവനത്തിൽ ആത്മാർത്ഥതയും ഒരു പരിശുദ്ധിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ സേവനങ്ങൾ ഭഗവാൻ സ്വീകരിക്കണം എന്ന് പ്രഭുപാദർ പ്രാർത്ഥിച്ചു. അവര് ചെയ്ത സേവനങ്ങൾ ഭഗവാൻ സ്വീകരിച്ചോ? ഉണ്ടോ? ഇല്ലേ? പക്ഷെ ഇന്ന് അതേ ലോസ് ഏഞ്ചൽസിൽ നമ്മൾ പോലും അങ്ങനെ ചെയ്യാറില്ല. 3 രഥം, വലിയ വലിയ ഭീമാകാരമായ 3 രഥം, ഒന്നിൽ ജഗന്നാഥ്, ഒന്നിൽ ഇത്, അങ്ങനെ പ്രധാന വീതികളിൽ കൂടെയാണ് പോകുന്നത്. അതേപോലെ വാഷിംഗ്ടൺ DC-യിൽ വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് രഥയാത്ര പോകുന്നത്. ഇന്ന് ലോകം മുഴുവനും 500-ൽ പരം രഥയാത്രയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം. പക്ഷെ ചെറിയ ഒരു പാട്ട ലോറി ഇന്ന് തുടങ്ങിയത്. ജഗന്നാഥ് സ്വാമിക്ക് ഇതെന്തുകൊണ്ട് പ്രഭുപാദർ ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുത്തു? മഹാപ്രഭു രഥയാത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. 18 കൊല്ലം മഹാപ്രഭു രഥയാത്രയിൽ പങ്കെടുത്തു. അതേപോലെ പ്രഭുപാദറും ഇത് ലോകം മുഴുവനും ഈ രഥയാത്രയെ കൊണ്ടു നടന്നു. പക്ഷേ ചൈതന്യ മഹാപ്രഭു രഥയാത്രയ്ക്ക് മാത്രമല്ല പ്രാധാന്യം കൊടുത്തു. അതിന് 1-2 ആഴ്ചയ്ക്ക് മുമ്പേ രഥയാത്രയുടെ ഐതിഹ്യം എന്താണ്? ഭഗവാൻ ഒരിക്കൽ കുരുക്ഷേത്രത്തിൽ പോയി. എത്ര പേര് കുരുക്ഷേത്രം പോയിട്ടുണ്ട്? പോയില്ല. 1-2 പേര് പോയി, 3, 4. അപ്പോ കുരുക്ഷേത്രത്തിൽ എന്താ പ്രത്യേകത? അവിടെ എന്ത് സംഭവിച്ചു? മഹാഭാരത യുദ്ധം സംഭവിച്ചു, ഗീത ഉപദേശം, അതെല്ലാം. അപ്പോ
10 വയസ്സിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനം വിട്ടു പോയതാ. 10ാമത്തെ വയസ്സിൽ കംസനെ വധിച്ചതിന് ശേഷം ഭഗവാൻ വൃന്ദാവനം വിട്ടു പോയി. പിന്നെ വൃന്ദാവനത്തിൽ തിരിച്ചു വന്നിട്ടേയില്ല. ഗോപന്മാരും ഗോപികമാരും വൃന്ദാവനവാസികളെല്ലാം ഭഗവാന്റെ അടുത്ത് നിന്ന് വിരഹത്തിൽ, ഇനി എപ്പോൾ കൃഷ്ണനെ കാണും എന്ന് ആ വിരഹത്തിൽ അവരിയ്ക്കുകയാണ്. ഭഗവാൻ പോയി ഏകദേശം 100 വർഷത്തോളായി. പക്ഷെ 24 മണിക്കൂറും ഈ ഗോപികമാരും ഗോപന്മാരും ആരെയാ സ്മരിക്കുന്നത്? ഭഗവാൻ. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ദിവസം കുരുക്ഷേത്രത്തിൽ പുണ്യതീർത്ഥത്തിൽ സ്നാനാദി കർമ്മങ്ങൾക്കായിട്ട് ഇവര് വന്നപ്പോ വൃന്ദാവനത്തിൽ ഇരുന്ന് വ്രജവാസികൾ ഗോപികമാരും ഗോപന്മാരും, അതേ സമയത്ത് ദ്വാരകയിൽ നിന്ന് കൃഷ്ണ ഭഗവാനും പത്നിമാരും ഇവിടെ എല്ലാം വന്നപ്പോ ഇത്ര 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഗോപികമാർ ആരെ കാണുന്നത്? കൃഷ്ണനെ കാണും. ഇപ്പൊ നമ്മൾക്കും പലരുമായിട്ട് സ്നേഹമുണ്ട്. ഒരാഴ്ച കണ്ടില്ലെങ്കിൽ പിന്നെ അത് അത്ര തന്നെ, നമ്മൾ അടുത്ത ആളെ അന്വേഷിച്ച് നടക്കും. പിന്നെ ചില മിടുക്കന്മാർ 2-3 പേര് ഒരേ സമയത്ത് വെച്ചേക്കും, ഒന്ന് പോയാ ഒന്ന്, അങ്ങനെയൊക്കെ. പക്ഷെ 100 വർഷത്തോളം കാലമായി എല്ലാരും അരുവി എന്തിനാ നോക്കണേ? എല്ലാരും നിന്നെന്തിനാ നോക്കണേ? 100 വർഷകാലമായി ഗോപികമാർ ആരെയാ സ്മരിക്കുന്നത്? അരുവിയാണ്, കൃഷ്ണനെ സ്മരിക്കുന്നു. അപ്പൊ 100 വർഷത്തിന് ശേഷം ഈ ഗോപികമാർ കൃഷ്ണനെ കണ്ടപ്പോ അവര് എല്ലാം മറന്നു. ഭഗവാനെ അവർക്ക് വേണം. അവരെന്തു ചെയ്തു? കൃഷ്ണനെ പിടിച്ചു വലിച്ച് രഥത്തിൽ പിടിച്ച് ഇരുത്തി എങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം? വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം. പക്ഷെ അവർക്ക് നടന്നില്ല, സാധിച്ചില്ല. ആ ശ്രമമാണ് ഭക്തന്മാർ എന്തായിട്ട് ആഘോഷിക്കുന്നത്? രഥയാത്രയായിട്ട്. ജഗന്നാഥ് സ്വാമിയെ കുരുക്ഷേത്രത്തിൽ ഇരുന്ന് വൃന്ദാവനത്തിൽ കൊണ്ടുപോകും. ഇന്നും നമ്മൾ ജഗന്നാഥ് പുരിയിൽ പോയി കഴിഞ്ഞാല് രുക്മിണിയുടെ സ്ഥലം ദ്വാരക, അതാണ് പ്രധാനപ്പെട്ട ജഗന്നാഥ് സ്വാമി ക്ഷേത്രം. അവിടെ ഗുണ്ടീച്ച എന്ന് പറയുന്ന ഇനിയൊരു ക്ഷേത്രമാണ് വൃന്ദാവനം. അവിടത്തേക്കാണ് കൃഷ്ണനെ വലിച്ചുകൊണ്ടുപോകുന്ന ആ രഥയാത്ര. അപ്പൊ ചൈതന്യ മഹാപ്രഭു രഥയാത്രയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തത് കൊണ്ട് മഹാപ്രഭു എന്ത് ചെയ്തു? ഗുണ്ടീച്ച ചെന്ന് നോക്കി. ഈ ക്ഷേത്രം എങ്ങനെയെന്ന് വെച്ചാല് വർഷത്തിൽ ഒരു ദിവസമേ തുറക്കത്തുള്ളൂ, 10 ദിവസം. അന്ന് ജഗന്നാഥിനെ കൊണ്ടുവന്ന് അവിടെ വെച്ച് 10 ദിവസം വലിയ ഉത്സവം നടത്തി വീണ്ടും ജഗന്നാഥ് പ്രധാനപ്പെട്ട പഴയ ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പൊ 10 ദിവസത്തേക്ക് വേണ്ടി മാത്രം തുറന്നിരിക്കുന്നത് കൊണ്ട് ചൈതന്യ മഹാപ്രഭു അകത്ത് ചെന്ന് നോക്കിയപ്പോ മൊത്തം പൊടി പിടിച്ചിരിക്കുക. മഹാപ്രഭു ഉടനെ തൻ്റെ അനുയായികളെ വിളിച്ചിട്ട്, കാരണം മഹാപ്രഭുവിന് ഒരു പവറോ അല്ലെങ്കിൽ ഒരു രാജാവല്ല അദ്ദേഹം, അല്ലെങ്കിൽ ജഗന്നാഥ് പുരിയുടെ ഒരു അധ്യക്ഷനല്ല, അവിടെ യാതൊരു തരത്തിലുള്ള പൊസിഷനും പവറും ഇല്ല ആർക്ക്. അപ്പൊ അതുകൊണ്ട് തൻ്റെ ഭക്തന്മാരെ വിളിച്ചിട്ട് ആ ക്ഷേത്രം വൃത്തിയാക്കൽ. അപ്പോ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എത്ര ശുദ്ധമായാൽ മാത്രമേ ആ ഹൃദയത്തിൽ ആര് വന്ന് കുടികൊള്ളുകയുള്ളൂ. പ്രഭുപാദരുടെ ആധ്യാത്മിക ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ദർശനത്തിന് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും അമ്പലത്തിൽ പോകും, ചോദിക്കും എന്തിനാ പോയത്? നമ്മൾ പറയും തൊഴാൻ പോയി. ഈ തൊഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? പത്മനാഭ സ്വാമിയെ പഴവങ്ങാടിയെ പോണം, മുണ്ടൊക്കെ മറിച്ചു, ചിലർ പിന്നെ ഇങ്ങനെ ആക്കും ഇതൊക്കെ ആക്കും. ആ തൊഴുതു, നല്ലോണം തൊഴുതു. എന്താ സംഭവിച്ചത്? അതിന് നമുക്ക് വ്യക്തമായ ധാരണയില്ല. ദർശനം, അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നത്, നീ അമ്പലത്തിൽ ചെന്ന് ഭഗവത് വിഗ്രഹത്തിനെ കാണുന്നതിൽ ഒരു പ്രാധാന്യവുമില്ല. ശുദ്ധമായ ഹൃദയത്തോട് നീ സേവനം ചെയ്യുമ്പോൾ ഭഗവാൻ നിന്നെ നോക്കും, അതിലാണ് അർത്ഥമുള്ളത്. ഇല്ലേ? കൂട്ടത്തിലിരുന്ന് നമ്മൾ മുഖ്യമന്ത്രിയെ കാണിച്ച് കൈ കാണിച്ചു, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാ? അതേസമയം മുഖ്യമന്ത്രി നമ്മളെ നോക്കി കൈ കാണിച്ചാല എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ഇല്ലേ? നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് മോഹൻലാലെ അറിയാമെന്ന് പറയുന്നതുകൊണ്ട് ഒരു പുണ്യവും ഇല്ല. പക്ഷെ മോഹൻലാലിന് ഇയാളെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിന്റെ കണക്ഷൻ വേറെയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിനെ കാണുന്നതിൽ ഒന്നുമില്ല,
ഭഗവാൻ നമ്മളെ കാണണം. ഭഗവാൻ എപ്പോൾ നമ്മളെ കാണും? പരിശുദ്ധമായ ഹൃദയത്തോട് നാമജപവും സേവനവും ചെയ്യുന്ന സമയത്ത് ഭഗവാൻ, അതാണ് യഥാർത്ഥ ദർശനം. അപ്പോ മഹാപ്രഭു എന്ത് ചെയ്തു? തൻ്റെ അനുയായികളെ വിളിച്ചിട്ട് ഈ ക്ഷേത്രം മുഴുവനും നമ്മൾ വൃത്തിയാക്കണം. സേവനത്തിൽ കൂടെ വേണം ഭഗവാനെ കാണാൻ. സേവോന്മുഖേ ഹി ജിഹ്വാദോ സ്വയം ഏവ സ്ഫുരത്യഥാ. സേവനത്തിലിരുന്നാണ് ഭക്തി തുടങ്ങുന്നത്. ആ സേവനവും നാവിലിരുന്നാണ് തുടങ്ങുന്നത്. ഭക്തി തുടങ്ങുന്നത് ഭഗവാന്റെ അടുത്തുള്ള സേവനത്തിലൂടെ. ആ സേവനം ഫസ്റ്റ് എവിടെ നിന്നാ തുടങ്ങുന്നത്? നാവിലിരുന്ന്. അപ്പൊ ഫസ്റ്റ് സേവനം എന്താണ്? നാവിൽ തുടങ്ങുന്നതേ സേവനം. പ്രസാദം കഴിക്കും, മഹാമന്ത്രം ജപിക്കുക. പ്രസാദം കഴിക്കുന്നത് ഒരു സർവീസാണ്. അതിൽ നമ്മൾ ആരും മോശക്കാരല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നന്നായി ചെയ്യണം, ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ക്ലാസിന്റെ ആവശ്യമില്ല. ഇപ്പോഴേ ഇവിടെ ചെലവ് കൂടുതലാണ്. അപ്പൊ ആ സേവനം എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് സേവനം? നാവിൽ തുടങ്ങുന്നത് ഏതാണ് പ്രധാനപ്പെട്ട സേവനം? സൂരജിന് ആ ക്ലാസ് വല്ല വേണോ? നാമജപം. സേവോന്മുഖേ ഹി ജിഹ്വാദോ, നാവിലിരുന്ന് തുടങ്ങുന്ന നാമജപം. അപ്പോ മഹാപ്രഭു എന്ത് ചെയ്തു? തന്റെ ഭക്തന്മാരെ വിളിച്ചിട്ട് മഹാപ്രഭു പറഞ്ഞു, ആരാണോ ഏറ്റവും കൂടുതൽ മാലിന്യം ഇവിടെ ശേഖരിക്കുന്നത് അവരെ ഹൃദയം അത്രയ്ക്കും ശുദ്ധമാകും, ഭഗവാൻ അവർക്ക് ദർശനം തരും എന്നൊരു മത്സരം പോലാക്കി. എല്ലാവരും ആലോചിച്ച് നോക്കും. നിങ്ങൾ അഥവാ മോക്ഷം കിട്ടി ഗോലോകത്തിൽ പോയി, ഗോലോകത്തിൽ എൻട്രി ചെയ്ത ഉടനെ ഭഗവാൻ നിങ്ങൾക്ക് ഒരു ചൂല് തന്നു വൃത്തിയാക്കാൻ. എങ്ങനെ ഇരിക്കും? സന്തോഷത്തോടെ ചെയ്യോ? പിന്നെ ഇവിടെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നില്ല. അപ്പോ ചൂല് കൊടുത്തു മഹാപ്രഭു. അങ്ങനെ ഈ ഭക്തരെല്ലാം അതൊരു ഉത്സവമായി മാറി. ആ ഗുണ്ടീച്ച ക്ഷേത്രത്തിനെ വൃത്തിയാക്കുന്നത് ഒരു ഉത്സവമായി മാറി. ഭക്തരെല്ലാം നാമജപത്തോട് പരാതിയേയില്ല. കാരണം നമ്മളും ഇവിടെ സർവീസൊക്കെ പറയാറുണ്ട്, നാളെ ചെയ്യാം, അടുത്ത ഞായറാഴ്ച ചെയ്യാം. ഞാൻ അന്വേഷിച്ചു, ആളെ കിട്ടിയില്ല. ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ആരും മറുപടിയില്ല. പക്ഷെ മഹാപ്രഭു പറഞ്ഞപ്പോ അവിടെ യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും ഇല്ലാതെ അവർ ചൂലുകളും എല്ലാം എടുത്ത് വൃത്തിയാക്കുകയും, ഇത് അറിഞ്ഞിട്ട് മഹാപ്രഭുവും വൈഷ്ണവരും ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ വൃത്തിയാക്കുന്നു എന്ന് അറിഞ്ഞപ്പോ മറ്റു ഭക്തരെല്ലാം ആ ക്ഷേത്രത്തിലേക്ക് ഓടി വന്നു. എന്തിനാണ്? പ്രസാദം കഴിക്കാനല്ല, അമ്പലം വൃത്തിയാക്കാൻ. അപ്പൊ അതിനാവശ്യമായ സാമഗ്രികൾ ഇല്ലാതെ വന്നപ്പോൾ അവരെ ഉടുത്തിരുന്ന അംഗവസ്ത്രം, മേൽമുണ്ട്, കയ്യിലുള്ളതെല്ലാം എടുത്ത് ഇത് ഒന്നും കിട്ടാതെ വന്നപ്പോ ചിലര് കൈ കൊണ്ട്. അപ്പൊ സേവനത്തിൽ അവിടെ എന്തില്ല? പരാതിയില്ല. അങ്ങനത്തെ ഭക്തന്മാരാണ് ഭഗവാന് പ്രിയപ്പെട്ടവർ. നമുക്കും ഉണ്ടല്ലോ കുറച്ച്. എന്ത് പറഞ്ഞാലും അത് പറഞ്ഞു തീരുന്ന മുമ്പ് 100 എക്സ്ക്യൂസ് പറയും. അവരംഗവസ്ത്രം, മേൽമുണ്ട്, കയ്യിലുള്ളത് എല്ലാം എടുത്തിട്ട്, പക്ഷെ അതേ സമയം അത്ര പേരും ഒരേ സ്വരത്ത് ഹരി 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 എന്ന് ഭഗവാന്റെ നാമവും ജപിച്ചുകൊണ്ട്. അവിടെ വേറെ യാതൊരു ഒരു സംഭാഷണവും നടന്നില്ല. ക്ഷീണിച്ചു ആൾക്കാർ. കാരണം രാവിലെ തുടങ്ങിയതാ. ക്ഷീണിച്ചു. രാജാവും അറിഞ്ഞു. വൈഷ്ണവരെല്ലാം വന്ന്, സാധുക്കളും മഹാഭക്തരും പൂജനീയ വ്യക്തികളും ചൈതന്യ മഹാപ്രഭുവും വന്ന് അവിടെ വൃത്തിയാക്കുന്നുണ്ട്. ഞാൻ ഈ കൊട്ടാരത്തിൽ എന്താ ചെയ്യുന്നത്? രാജാവും ആൾക്കാരായിട്ട് എല്ലാവരും ഗുണ്ടിച്ച മാർജനത്തിൽ വന്നു. വൃത്തിയാക്കുന്നത് ആരാ? ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധർ, ശ്രീവാസ്, ഇവരൊക്കെ ആരാണ്? ഒരാള് ബലരാമൻ, ഒരാള് ആദിശേഷൻ, സംഘർഷണമൂർത്തി, ഒരാള് അതായത് കൃഷ്ണലീലയിൽ ഉണ്ടായിരുന്ന ഈ മഹത് വ്യക്തികളാണ് ചൈതന്യ മഹാപ്രഭുയുടെ ലീലയിൽ ഭക്തരായി വന്നത്. ഇവരാണ് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവും നാരദനും മഹാദേവനും ഈ ഋഷി, ഇവരൊക്കെയാണ് അവിടെ വൃത്തി. ഒരു പരാതിയില്ല. ഒരേ ഒരു ശബ്ദം മാത്രമേ ഗുണ്ടിച്ചാമാർജന അമ്പലത്തിനകത്ത് മുഴങ്ങുന്നുള്ളൂ. എന്താ ശബ്ദം?
ഹരി 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 ഹരി, വേറെ ഒരു സൗണ്ടും ഇല്ല. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹി മാം. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹി മാം. രാമ രാഘവ രാമ രാഘവ ശ്യാമ. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷാമ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ കൃഷ്ണ ബലരാമ കീ. സൗണ്ട് പോരാ. ശ്രീ ശ്രീ കൃഷ്ണ ബലരാമ കീ. ഇന്ന് കൃഷ്ണ ബലരാമന് ഭംഗി അല്പം കൂടുതലാണ് അല്ലേ? ശരിയാണോ തെറ്റാണോ? അല്ലേ? നല്ല ഡ്രസ്സിങ്ങാണ്. ഒരു അഹങ്കാരിയാ ചെയ്തത്, എന്നാലും എവിടെ നിർത്തി? നല്ല കഥയാണ്. എവിടെ നിർത്തി? ബലരാമും നാരദ മഹർഷിയും മഹത് ഭക്തന്മാരാണ് അന്ന് അവിടെ ആ ക്ഷേത്രം വൃത്തിയാക്കുന്നത്. അപ്പൊ മഹാപ്രഭു പറയാ, നിങ്ങൾ എത്രമാത്രം മാലിന്യങ്ങളെ കൂമ്പാരമാക്കി ചേർക്കുമോ അത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്ന് അഴുക്കുകൾ മാറും എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഭക്തരെല്ലാം ഈ വൃത്തിയാക്കി മാലിന്യത്തിൽ എന്റേത് ചേർത്ത് വെക്കാൻ തുടങ്ങി. ആരെങ്കിലും അഴുക്ക് എന്റേതെന്ന് പറയൂ? ഇല്ലേ? എല്ലാരും ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് അപ്പുറത്ത് പറമ്പില്ലേ, രാത്രി അവര് ക്ലീൻ ചെയ്ത് ഇപ്പുറത്ത് പറമ്പില്ല. ഇതാണല്ലോ ഇവിടെ നടക്കുന്നത്. പക്ഷെ അന്ന് മഹാപ്രഭു ഇങ്ങനെ പറഞ്ഞതിന് മാക്സിമം അഴുക്ക് മാലിന്യങ്ങൾ കൂട്ടണം എന്ന് പറഞ്ഞു അവരെല്ലാം വൃത്തിയാക്കുന്നു. പക്ഷേ ഇവർ എത്ര വൃത്തിയാക്കി മാലിന്യം കൂട്ടി തിരിച്ചു നോക്കിയാലും മഹാപ്രഭുയുടെ കൂമ്പാരം അതിനേക്കാളും വലുതായിരിക്കും. മഹാപ്രഭു ശേഖരിച്ച മാലിന്യം ഇവർ ശേഖരിച്ചതിനേക്കാളും, അതായത് ഇവർ ചെയ്യുന്ന സേവനങ്ങളെക്കാളും ഒരു പടി കൂടുതൽ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മഹാപ്രഭു. അവസാനം മഹാപ്രഭു എന്ത് ചെയ്തു? ജഗന്നാഥ് ബലദേവ് സുഭദ്ര മഹാറാണിയെ കൊണ്ടുവന്ന് ഇരുത്തുന്ന ഇരിപ്പിടത്തിൽ ആ പീഠം ഇതില് കയറി, ശ്രീകോവിലില് കയറി മഹാപ്രഭു സ്വന്തം അംഗവസ്ത്രം എടുത്ത് അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി. തന്റെ അംഗവസ്ത്രം എടുത്ത് അവിടെ എല്ലാം വൃത്തിയാക്കുന്നത് കണ്ടപ്പോ ഭക്തന്മാരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. ഭഗവാൻ എന്തിനാ ഇത്തരം സേവനം ചെയ്യുന്നത്? സേവനം നമുക്ക് വേണ്ടിയുള്ളതാണ്. ഭക്തന്മാരാണ് സേവനം ചെയ്ത് ശുദ്ധമായി ഭഗവാന്റെ അടുത്ത് പോകേണ്ടത്. ഭഗവാൻ സേവനം ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. അവരെല്ലാം ഇമോഷണലായി, അതായത് വൃത്തിയായ സ്ഥലം വീണ്ടും വീണ്ടും വൃത്തിയാക്കാൻ തുടങ്ങി. അങ്ങനെ സന്ധ്യ വരെ വൃത്തിയാക്കിയപ്പോ മഹാപ്രഭു പറഞ്ഞു, ഇനി അടുത്തത്. എല്ലാരും ക്ഷീണിച്ചു, എന്നാലും മഹാപ്രഭു പറഞ്ഞു, ഇനി അടുത്തത് വെള്ളം കൊണ്ട് ഇതെല്ലാം കഴുകണം.
അപ്പൊ അവിടെ പമ്പോ കിണറോ മോട്ടറോ ഒന്നും ഇല്ല. അപ്പൊ ഗുണ്ടീച്ച ക്ഷേത്രത്തിൽ നിന്ന് ഭക്തന്മാർ വരി വരിയായി അവിടെ അടുത്ത് ഇന്ദ്രദ്യുമ്ന സരോവരം എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്, ഒരു കുളം. അതുവരെ വരിയിൽ നിന്ന് അവിടെ ഇരുന്ന് വെള്ളം കോരി അമ്പലത്തിനകത്ത് ഗംഗാപ്രവാഹം പോലെ വൃത്തിയാക്കും. ഇതിൽ ചില ഭക്തന്മാരൊക്കെ കുളിച്ച് നനഞ്ഞ അമ്പലം കണ്ണാടി പോലെ വൃത്തിയായി. എന്നാലും ഇവർ സേവനം നിർത്തുന്നില്ല, ഇല്ലേ? അതായത് ഇപ്പൊ നമ്മളടുത്ത് ഒരു സ്ഥലം തുടയ്ക്കാൻ പറഞ്ഞാൽ വൃത്തിയായി, എന്നിട്ടും ഇല്ല പ്രഭു ഞാൻ രാത്രി മുഴുവൻ തുടയ്ക്കാം, നാളെയും തുടയ്ക്കാം, അങ്ങനെ ആരെങ്കിലും പറയും? ഇവർ വൃത്തിയാക്കുന്നു. ഇതിൽ ചില ഭക്തർ എന്ത് ചെയ്യുന്നു? വെള്ളം മഹാപ്രഭുയുടെ മീതെ, മഹാപ്രഭുയുടെ കാലിലും കയ്യിലും ഒക്കെ ഒഴിക്കാൻ തുടങ്ങി. അപ്പൊ ആ വെള്ളം ഒഴുകി വരുമ്പോൾ അതെടുത്ത് തലയിൽ കൂടെ അവിടെ ഒരു കേളിയായി, ഒരു രസകരമായ ആനന്ദമായി അവിടെ അന്ന് ഉത്സവം മാറി. പക്ഷേ ഒരേ ഒരു സ്വരം മാത്രമേ കേൾക്കുന്നുള്ളൂ, ഹരി ഹരി. അങ്ങനെ ആനന്ദത്തിൽ അവരിത് ചെയ്തു. രാജാവ് അവിടെ വന്ന് ഇതെല്ലാം കണ്ട് രോമാഞ്ച പുളകിതനായി, മഹാപ്രഭു ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടിയത് മഹാഭാഗ്യമെന്ന് വേണ്ട സാമഗ്രികളൊക്കെ അറേഞ്ച് ചെയ്യാം. അവരെല്ലാം വരിയായി ജോലിക്കാരെ നിർത്തി വെള്ളം കൊടുക്കാനും അത് അങ്ങനെ. അന്നത്തെ ദിവസം ജഗന്നാഥ് പുരി ഒട്ടാകെ ഏത് സേവനത്തിലായിരുന്നു? മുഴുവൻ നാട്ടുകാരും ഗുണ്ടീച്ചാമാർജന ക്ഷേത്രത്തിന്റെ വൃത്തിയാ. കാരണം ഈ ഹൃദയമാകുന്ന കണ്ണാടി വൃത്തിയായാൽ മാത്രമേ ഭഗവാൻ ഇവിടെ വന്ന് കുളികൊള്ളുകയുള്ളൂ. ചേതോ ദർപ്പണമാർജനം ഭവമഹാധാവാഗ്നി നിർവാപണം ശ്രേയാ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാഭൂതിവർദ്ധനം പ്രതിപദം പൂർണ്ണ അമൃതസ്വാദനം. പിന്നെ സർവാത്മാ സ്നാപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ജഗന്നാഥ് സ്വാമി കി, ചൈതന്യ മഹാപ്രഭു കി. അപ്പൊ ഈ ആഴ്ച നമുക്ക് 18-ാം തീയതി, വരുന്ന ശനിയാഴ്ച 18-ാം തീയതി കൃത്യം 3 മണിക്ക് ഇവിടെ PMG ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ജഗന്നാഥ് രഥയാത്ര തുടങ്ങും. MG റോഡ് വഴിയെ ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അടുത്തുള്ള പ്രിയദർശിനി ഹാളിൽ വന്ന് അവസാനിക്കും. അവിടെ കീർത്തനമാരതി പ്രസാദമൊക്കെ ഉണ്ട്. 18-ാം തീയതി. 19-ാം തീയതി പാറശാല, അവിടെ ജഗന്നാഥ് സ്വാമിയുടെ രഥയാത്രയുണ്ട്. പിന്നെ 23-ാം തീയതി കൊല്ലത്തുമുണ്ട്. അപ്പൊ നമുക്കും 1000 വർഷങ്ങളായി ഭക്തന്മാർ ആഘോഷിക്കുന്ന പാരമ്പര്യമായ ഉത്സവം, ചൈതന്യ മഹാപ്രഭുവും പ്രഭുപാദറും പ്രാധാന്യം കൊടുത്ത രഥയാത്ര നമുക്കും നമ്മുടെ നാട്ടിലും ആഘോഷിക്കാൻ സാധിക്കും. മഹാപ്രഭുയുടെ കാരുണ്യം, ജഗന്നാഥിന്റെ കാരുണ്യം ഈ നാട്ടുകാർക്കും എത്തിക്കാനുള്ള സൗഭാഗ്യം നമുക്കുമുണ്ട്. അപ്പൊ എല്ലാവരും ഈ രഥയാത്രയിൽ പങ്കുചേരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ് പ്രഭു, ജയ ജഗന്നാഥ്. ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ് പ്രഭു, ജയ ജഗന്നാഥ്.
സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജഗന്നാഥ് കണ്ണടക്കില്ലാത്ത എത്ര തെറ്റ് ഉള്ള വ്യക്തിയായാലും ഭഗവാൻ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഭഗവാന്റെ ഫോളോവറായ നമ്മൾ അത് ഫോളോ ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്? എത്ര വലിയ പാപിയാണെങ്കിലും ഭഗവാൻ ജഗന്നാഥ സ്വാമി രക്ഷിക്കും. അപരാധിയെ രക്ഷിക്കില്ല. ഓക്കെ, പാപത്തിനും അപരാധത്തിനും വ്യത്യാസമുണ്ട്. മത്സ്യമാംസാദികൾ അറിയാതെ കഴിച്ചു, പാപം. ഇതൊന്നും അറിഞ്ഞില്ല, ബീഡി വലിച്ചു, സിഗരറ്റ് വലിച്ചു, കള്ളു കുടിച്ചു, തെറ്റൊക്കെ ചെയ്തു, പാപം. പക്ഷേ പ്രസ്ഥാനത്തിൽ വന്ന് ഇത് മനസ്സിലാക്കി വീണ്ടും ചെയ്താൽ അത് പാപമാണോ അപരാധമാണോ? അപ്പോ ഏത് പാപിയെയും ജഗന്നാഥ സ്വാമി രക്ഷിക്കും, പക്ഷെ അപരാധികളല്ല. അറിയാതെ തെറ്റ് ചെയ്തവർ എല്ലാവരും വന്ന് ഭഗവാന്റെ മുമ്പേ മാപ്പ് ചോദിക്കുന്നത് എത്ര വലിയ പാപിയാണെങ്കിലും. രാവണനെ വധിച്ച പാപമാണെങ്കിലും, പക്ഷേ മനസ്സിലാക്കി നാമജപം തുടങ്ങി വീണ്ടും പാപം ചെയ്താൽ അത് പാപമല്ല, അപരാധമാണ്. അവർ സൂക്ഷിക്കും. They are existing.